1956 രാജസ്ഥാൻ സർക്കാർ ഗോഡ്ലി യൂണിവേഴ്സിറ്റിക്ക് മധുബനിലെ കോട്ട ഹൗസും ദോദ്പൂർ ഹൗസും കാലിയാക്കാൻ വേണ്ടി നോട്ടീസ് അയച്ചു. ഈ വീടുകൾ സർക്കാർ തുടർ പരീക്ഷണത്തിന് ഉപയോഗിക്കുമെന്നും അതിനെ ഒരു സർക്യൂട്ട് ഹൗസ് ആക്കുമെന്നും നോട്ടീസിൽ എഴുതിയിരുന്നു. ദൈവഭക്തരായ വിദ്യാർത്ഥികളുടെ ഇത്രയും വലിയ കൂട്ടത്തെ പുനഃക്രമീകരിക്കാനുള്ള വീട് എങ്ങനെ ലഭിക്കും എന്ന് ബാബയുടെ മക്കൾക്ക് ഒരു വലിയ ചോദ്യമായിരുന്നു. എന്നിരുന്നാലും ബ്രഹ്മബാബ ദൈവത്തിനെയും അദ്ദേഹത്തിൻ്റെ അത്ഭുതങ്ങളിലുമുള്ള തൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. ഇങ്ങനെ ഉയർന്നുവന്ന ചിന്തകളും ആശങ്കകളും ബാബയെ സ്പർശിച്ചതേയില്ല. ബാബ കുട്ടികളോട് പറയാറുണ്ടായിരുന്നു, മധുരമുള്ള കുട്ടികൾ കഠിനാധ്വാനം തുടരണം. ഈ ചിന്തകളുടെ പിന്നിൽ നിങ്ങളുടെ മനസ്സിനെ അലയാൻ അനുവദിക്കരുത്. സംഭവിക്കാൻ ഉദ്ദേശിക്കുന്നതെന്തും സംഭവിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ ഭാഗങ്ങൾ കളിക്കുക. ഇതിനുശേഷം ബാബ കുട്ടികളോട് സർക്കാരിലേക്ക് ഒരു മടക്കക്കത്ത് എഴുതാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇത്രയധികം കുട്ടികളുടെ സ്വഭാവത്തെ ദൈവികമായി ഉയർത്തുന്ന സർവകലാശാല ഇതാണ് എന്ന് അവരോട് പറയുക. വാസ്തവത്തിൽ രാജസ്ഥാൻ സർക്കാരിന് അവരുടെ ഭൂമിയിൽ ഇത്രയും ഉയർന്ന സർവകലാശാലയുണ്ട് എന്ന് അഭിമാനിക്കാം. ദൈവഭക്തരായ വിദ്യാർത്ഥികൾ ചിലർ രാജസ്ഥാൻ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ മുഴുവൻ വിശദീകരിച്ചു. എന്നിരുന്നാലും അദ്ദേഹം പറഞ്ഞു, ഈ പ്രൊജക്റ്റ് റദ്ദാക്കുന്നത് ഒരു ഓപ്ഷനല്ലാത്ത പരിധിവരെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സർക്യൂട്ട് ഹൗസിൻ്റെ ആസൂത്രണത്തിന് വേണ്ടി എഞ്ചിനീയർമാർ ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങളുടെ വീടുകൾ കാലിയാക്കാൻ കൂടുതൽ സമയം നൽകുക എന്നതുമാത്രമാണ് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം. ഇത് കേട്ട് ബ്രഹ്മബാബ പറഞ്ഞു, സമാനമായ ഒരു കഥ മഹാഭാരതത്തിലും എഴുതിയിട്ടുണ്ട്. അതിൽ പാണ്ഡവർക്ക് 3 അടി ഭൂമി പോലും നൽകാൻ കൗരവർ നിഷേധം കാണിച്ചു. ഈ മന്ത്രിമാർ ഈ വീട് നമ്മളിൽ നിന്ന് എടുത്തു കളഞ്ഞാൽ അവർ 5000 വർഷങ്ങൾക്ക് മുമ്പ് അവർ ചെയ്ത അതേ പാർട്ടാണ് ചെയ്യുന്നത് എന്ന് കരുതുക. ദൈവസേവനം നടത്താൻ അവർ നമുക്ക് മതിയായ ഭൂമി നൽകിയില്ല എങ്കിൽ അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം 3 അടി മാത്രം ഉള്ള ഭൂമിയിൽ ഇരുന്നു കൊണ്ട് തന്നെ 3 ലോകങ്ങളും നമുക്ക് അവകാശപ്പെടാം. കോട്ട ഹൗസിനും ദോദ്പൂർ ഹൗസിനും അടുത്തുള്ള പോക്രാൻ എന്ന മറ്റൊരു വീട്ടിലേക്ക് തുടർ സേവനത്തിനായി സ്ഥലം കണ്ടെത്താൻ സാധിച്ചു. പോക്രാൻ ഹൗസ് പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ പഴക്കം ചെന്നതായി കാണപ്പെട്ടു. എന്നിരുന്നാലും ഈ വീടിൻ്റെ ഉള്ളിലുള്ള ഗ്രൗണ്ട് കുട്ടികൾക്ക് താമസിക്കാൻ പര്യാപ്തമായ സ്ഥലമുള്ളതായിരുന്നു. ബാബ വീടിൻ്റെ വലിയ ഗ്രൗണ്ടിൽ കൂടുതൽ മുറികളുടെ നിർമ്മാണം ആരംഭിക്കാൻ ആവശ്യപ്പെട്ടു. അധ്യാപക പരിശീലന കേന്ദ്രത്തിൻ്റെ നിർമ്മാണം പോലും ബാബ അവിടെ ഏർപ്പാടാക്കി. നിർമ്മാണത്തിനായുള്ള ബാബയുടെ സങ്കല്പങ്ങൾ വളരെ അതുല്യവും ഉയർന്നതുമായിരുന്നു. ബാബ ഒരു പേനയും പേപ്പറും എടുത്ത് നിർമ്മാണ പ്രവർത്തനത്തിനുള്ള ചിത്രങ്ങൾ സ്വന്തമായി നിർമ്മിക്കുമായിരുന്നു. ആ ചിത്രങ്ങളിലേക്ക് നോക്കി ബാബ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കുട്ടികൾ ഇവിടെയാണ് സന്തോഷത്തോടെ താമസിക്കേണ്ടത്. അവർ ദൈവിക പരിജ്ഞാനം പഠിക്കുന്നത് ഇവിടെ നിന്നായിരിക്കും.
കുറഞ്ഞ ചിലവിൽ എന്നാൽ ഉയർന്ന നിലവാരത്തിലായിരിക്കും നിർമ്മാണം. മായയുടെ പ്രതിബന്ധങ്ങളിൽ തളർന്ന് കുട്ടികൾ ഇവിടെ വരുമ്പോൾ അവർക്ക് സന്തോഷകരമായ വിശ്രമം അനുഭവപ്പെടുന്ന രീതിയിലുള്ള സ്ഥലങ്ങളുണ്ടാക്കണം. അവർ പൂർണ്ണമായും പഴയ ലോകത്തെ മറക്കണം. मधुबन का बाबा दिल में समाया है, मधुबन कितना मधुर मधुर है, मधुबन कितना मधुर मधुर. നിർമ്മാണ സമയത്ത് നിരവധി കുട്ടികൾ ഈ സേവന കേന്ദ്രത്തിൽ എത്തിച്ചേരുമായിരുന്നു. ബാബ അവരുടെ കൈ പിടിച്ച് കുട്ടികളെ വരൂ, ബാബ നിങ്ങളെ കൊണ്ടുപോയി പുതിയ നിർമ്മാണം കാണിച്ചു തരാം എന്ന് പറയുമായിരുന്നു. അവരുടെ കൈകൾ പിടിച്ച് ചുറ്റി നടക്കുമ്പോൾ ബാബ ചോദിക്കും, കുട്ടി, ആരുടെ കൂടെയാണ് നിങ്ങൾ നടക്കുന്നത്? നിങ്ങൾ രാജഋഷികളാണ്, രാജയോഗികളുമാണ്. തീർച്ചയായും നിങ്ങൾ രാജകുമാരനും രാജകുമാരിമാരും ആകും. അതിനാൽ നിങ്ങളുടെ ഇരിക്കുന്ന രീതി, നടക്കുന്ന രീതി, നിങ്ങളുടെ പഠനത്തിൻ്റെ പാത ഇത് ഏറ്റവും ഉയർന്നതായിരിക്കണം. താങ്കൾക്ക് ഇപ്പോൾ ഈ ലളിതമായ ബെഞ്ചിലിരിക്കേണ്ടി വരുന്നത് ഇപ്പോഴുള്ളത് ത്യാഗത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും സമയമായതുകൊണ്ടാണ്. ഇപ്പോഴുള്ളത് വളരെ ലളിതമായി ജീവിക്കേണ്ട സമയമാണ്. എന്നിരുന്നാലും നിങ്ങൾ ഈ ലളിതമായ ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് അനുഭവിക്കുന്ന ഉന്നതമായ ദൈവിക ലഹരി ശ്രീലക്ഷ്മിയോ ശ്രീനാരായണനോ അവരുടെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് അത്തരം ഉയർന്ന ദൈവിക ലഹരി അനുഭവിച്ചിട്ടില്ല. ബാബയുടെ വിരലിൽ പിടിച്ചിരിക്കുമ്പോൾ കുട്ടികളുടെ ശരീരത്തിലേക്കും മനസ്സിലേക്കും ഇങ്ങനെയൊരു പ്രവാഹമുണ്ടാകാറുണ്ടായിരുന്നു. ഒരു അസാമാന്യ ശക്തി കൊണ്ട് അത് അവരെ നിറയ്ക്കാറുണ്ടായിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പര്യടനത്തിന് ശേഷം ബാബ കുട്ടികളെ അവരുടെ റൂമിലേക്ക് കൊണ്ടുപോകാറുണ്ടായിരുന്നു. ബാബ ഇങ്ങനെ ചോദിക്കുമായിരുന്നു, കുട്ടികളെ, നിങ്ങൾ തളർന്നിട്ടില്ലല്ലോ എന്ന്. തൻ്റെ വളരെ കാലമായി നഷ്ടപ്പെട്ട് ഇപ്പോൾ തിരികെ കിട്ടിയ കുട്ടികൾക്ക് വേണ്ടി ബാബ സ്പെഷ്യൽ ടോളി ഉണ്ടാക്കി കഴിപ്പിക്കുമായിരുന്നു. मीठे बच्चे